നഗരകാന്താരങ്ങളിൽ നിൽക്കുമ്പോഴും നന്മയുടെ പച്ചത്തുരുത്തുകൾ എവിടെയും പോയി മറയുന്നില്ല. ഇവിടെ ഇതാ തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഉദയന്നൂർ അമ്മയുടെ കാരുണ്യത്താൽ ഉദയന്നൂർ ക്ഷേത്ര സമിതിയുടെ വകയായി ഒരു പച്ചപ്പാടം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പച്ചപ്പാടമാകട്ടെ വർഷങ്ങളുടെ പ്രയത്നത്താൽ നിരവധി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ നെൽവിത്ത് വിറച്ചും ഉഴുതുമറിച്ചും വയലേറെ പാട്ടുകൾ പാടിയും സൃഷ്ടിച്ച നന്മയുടെ ഒരു പച്ചത്തുരുത്ത് തന്നെ. ഇത് കാണുമ്പോൾ നമുക്കോർമ്മ വരുന്നത് പഴയ കൊയ്ത്തുപാട്ടുകൾ, പഴയ ഞാറ്റുപാട്ടുകൾ, പഴയ തേക്കുപാട്ടുകൾ, അങ്ങനെ എന്തെല്ലാം സമ്മോഹനമായ കാഴ്ചകൾക്കാണ് ഈ ഉദയന്നൂർ അമ്മയുടെ ഈ പച്ചനെൽപ്പാടം സാക്ഷ്യം വഹിക്കുന്നത്, വഴിയൊരുക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഈ വയലേലയിൽ ഈ പച്ചപ്പ് കാണാനുണ്ടായിരുന്നില്ല. നിറയെ പായൽ മൂടിയും കുളവാഴകൾ മൂടിയും നിന്നിരുന്ന ഒരു വെള്ളക്കെട്ടായിരുന്നു ഇവിടം. അന്ന് പരിചയപ്പെട്ട കർഷക തൊഴിലാളികൾ പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്ന വീരേതിഹാസം മണ്ണിൽ വിജയിക്കുന്ന ധീര കർഷകരുടെ പ്രതിനിധികളാരും ഇന്നിപ്പോൾ ഈ നെൽക്കാഴ്ച, ഈ ഹരിതാവയുടെ നനുത്ത സൗന്ദര്യവിധാനങ്ങൾ കാണാനായി ഇവിടെയില്ല. അവർ കൊയ്ത്തുപാട്ടും മുമ്പ് വയലൊരുക്കി നെൽവിത്ത് വിതച്ച് ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്നു. ഇനി ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ ഈ നെൽവയലിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ കൊയ്ത്തുപാട്ടിൻ്റെ ഈണം നിറയും. അപ്പോൾ ഈ വരമ്പുകളിൽ നിറയെ കറ്റ മെതിച്ച് കൂട്ടിയിരിക്കുന്ന മനോഹരമായ ദൃശ്യം നമുക്ക് കാണാനാകും. കുറ്റികൾ മറന്നിട്ടില്ല ഈ വയലിനെ. ഏതാനും മാസങ്ങൾക്കപ്പുറം വെള്ളക്കെട്ടായി കിടന്നിരുന്ന ഈ വയലിൽ അവ മത്സ്യങ്ങളെ ചൂണ്ടയിൽ കോർക്കാനായി എത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഈ പച്ചപ്പിനിടയിൽ അവ പല ജീവികളെ തേടുകയാണ്. ഈ പച്ചപ്പ് അനന്തമായി മനുഷ്യ മനസ്സിൻ്റെ വികാസമെന്ന പോലെ, കർഷക തൊഴിലാളിയുടെ മഹാത്മ്യത്തിൻ്റെ വിളംബര ഘോഷമെന്ന പോലെ നീണ്ട് പോവുകയാണ്. ഈ പച്ചപ്പ് മനുഷ്യഹൃദയങ്ങളിലേക്ക് നീണ്ട് പോവുകയാണ്.